നമ്മളിപ്പോൾ ഉള്ളത് സെയിൻ മൊബൈൽസ് ഷാജാൻഖാന്റെ അടുത്താണ്. ഷാജാൻഖാന്റെ അടുത്ത് സിംസ് പഠിക്കുന്ന കുട്ടികളെ നമ്മൾ ട്രെയിനിങ്ങിന് മുമ്പ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇപ്പൊ കുട്ടികളൊന്നും ഇല്ലാന്നോ അല്ലേ? ഇപ്പൊ മുമ്പ് പറഞ്ഞ ട്രെയിനിങ് കുട്ടികളൊക്കെ സ്ഥിതി ഗതികളൊക്കെ എങ്ങനെയാണ്? പഠിക്കുന്നുണ്ടായിരുന്നോ? ബേസിക് കിട്ടിയിട്ടുണ്ടായിരുന്നു? എങ്ങനെയായിരുന്നു? നല്ല കുട്ടികളായിരുന്നു. മുമ്പ് ഇപ്പോൾ 2-3 കുട്ടികളോട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു നല്ലൊരു ആറ്റിറ്റ്യൂഡുള്ള സ്റ്റുഡൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അവര് ലൈഫിൽ വിജയിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി പഠിച്ച് അങ്ങനെയുള്ള ആൾക്കാരാണ് ഈ ഫീൽഡിൽ വിജയിക്കുള്ളൂ. പിന്നെ അതിനുശേഷം ട്രെയിനിങ് കഴിഞ്ഞ ശേഷം ഞാൻ ഇവിടെ തന്നെ അവരുടെ സ്റ്റാഫാക്കി മാറ്റി. അങ്ങനൊരു ഒരാൾ 8 വർഷത്തോളം ഇവിടെ വർക്ക് ചെയ്ത്, പിന്നെ ഒരാള് 4 വർഷത്തോളം വർക്ക് ചെയ്തു. ബേസിക് ലെവലൊക്കെ ആയിട്ട് കൊടുത്തോണ്ട് നല്ല അവർക്ക് നമുക്ക് വേറൊന്നും ഒരു എക്സ്ട്രാ പഠിപ്പിക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. ആ ലെവലിലേക്ക് ബേസിക് കാര്യങ്ങളും ബേസിക് ഇലക്ട്രോണിക്സ് മുതൽ കൊടുക്കുന്നതുകൊണ്ട് അതുകൊണ്ട് അവർക്ക് നമുക്ക് വോൾട്ടേജ് അവർ പറഞ്ഞ് പഠിപ്പിക്കേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. അതൊക്കെ അവർ പഠിച്ചിട്ടാണ് അവിടുന്ന് വന്നത്. അപ്പൊ ആ ഒരു രീതിയിൽ നല്ല ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നല്ല സംഭവമായിരുന്നു. ഇതിൽ നമ്മളെ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും പ്രധാനമായ കാര്യം. നമ്മൾ ഈ അപ്ഡേറ്റ് ആയിട്ടില്ലെങ്കിൽ നമ്മൾ ഫീൽഡ് ഔട്ട് ആയി പോകുന്നതാണ് ഈ ഫീൽഡിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഡെയിലി അപ്ഡേറ്റ് ആയിരിക്കണം. ബേസിക് ഇലക്ട്രോണിക്സ് മുതൽ ഡീപ്പ് നോളജ് മസ്റ്റായിട്ട് വേണം. എന്നാലേ ഇത് നിൽക്കണം. പറ്റാമോ അങ്ങനെയാണോ പകുതി വെച്ചിട്ട് അവർ വിസിറ്റ് പോകും. അവർക്ക് ഇതിനെ കുറിച്ചുള്ള വോൾട്ടേജ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്തൊക്കെ അവർക്ക് ഇതിന് ബുദ്ധിമുട്ട് മനസ്സിലാവും. അവിടെ നിന്ന് അങ്ങോട്ട് എന്താക്കാൻ പിടിച്ച് കയറാൻ നല്ല എളുപ്പമാണ്. ഷാജാൻഖാൻ പോലുള്ള 10-20 വർഷമായിട്ടുള്ള ആളുകൾ പറയുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പല കുട്ടികളും ഇല്ലാത്തൊരു പ്രശ്നം എന്താന്ന് വെച്ചാൽ അവർക്ക് ബേസിക് വേണ്ട, അത് ഇലക്ട്രോണിക്സ് ഒന്നും പഠിക്കണമെന്നില്ല, വേഗം മൊബൈൽ ഫോൺ അങ്ങ് അയച്ചാൽ മതി. സത്യത്തിൽ അങ്ങനത്തെ ആളുകൾ നിലനിൽക്കാൻ കഴിയും. ഷാജാൻഖാൻ 20 വർഷമാണ് ഇന്നും ഇപ്പൊ സർവീസ് ചെയ്യുന്ന ഫീൽഡിൽ നിന്ന് സർവീസ് റൂമിൽ നിന്നാണ് ഞങ്ങൾ ഇന്റർവ്യൂ എടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിന്റെ പ്രാധാന്യം അത്തരം ആളുകൾക്ക് നന്നായിട്ട് അറിയാം. ബേസിക്കിന്റെ പ്രാധാന്യം, അത് ബേസിക് ഇലക്ട്രോണിക്സ് ഡീപ്പായിട്ട് പഠിക്കേണ്ട പ്രാധാന്യം. അതും അതോടൊപ്പം തന്നെ അപ്ഡേറ്റഡ് സിലബസും ഞങ്ങൾ നന്നായിട്ട് ഫുള്ളായിട്ട് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. സിലബസ് എടുത്ത് നോക്കിയാൽ അറിയാം. സിലബസ് ഞങ്ങൾ എല്ലാ വർഷവും 6 മാസം കൂടുമ്പോൾ പുതിയ അപ്ഡേഷൻ വന്നാൽ ഒക്കെ അപ്ഡേറ്റ് ചെയ്ത് തന്നെയാണ് നമ്മുടെ സിലബസ് സെറ്റ് ചെയ്ത് മുന്നോട്ട്. ഇപ്പൊ വീണ്ടും പുതിയ സാധനങ്ങൾ വന്നപ്പോൾ വീണ്ടും എന്ത് ചെയ്തു, അത് പൊളിച്ച് മാറ്റി PDF ഒക്കെ മാറ്റി എഴുതി വീണ്ടും അതും ഉൾക്കൊള്ളിച്ച് ഇനി അഥവാ പഴയ കാലത്ത് നമ്മൾ ലാൻഡ് ഫോണൊക്കെ ഉൾപ്പെടുത്തിയിരുന്നു, അതൊക്കെ ഇപ്പൊ ഒഴിവാക്കി അങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് തന്നെയാണ് നമ്മൾ സിലബസ് കൊണ്ടുപോയി. എന്തായാലും നല്ലൊരു ഭാവി ആഗ്രഹിക്കുന്ന ആൾക്കാർ എല്ലാവരും ഏറ്റവും അനുയോജ്യമായ ഒരു കോഴ്സാണ് മൊബൈൽ ഫോൺ ടെക്നിക്കൽ കോഴ്സ് പഠിക്കുക എന്നുള്ളത്. അതിൽ മാതാപിതാക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി നമ്മൾ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഈ ഒരു ഫീൽഡിൽ തിളങ്ങാൻ പറ്റുന്നുള്ള ഒരു കാഴ്ചപ്പാടുള്ള കുട്ടികൾ തീർച്ചയായും ഈ ഫീൽഡിൽ നല്ല ശോഭിക്കാൻ ഒരു അനുയോജ്യമായ ഒരു ഫീൽഡാണ്. അതുകൊണ്ട് ഔട്ടാവാത്തൊരു ഫീൽഡാണ്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്കും അതിൽ ഏൺ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നല്ല രീതിയിൽ ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകാനും സാധിക്കും. വീടും കാര്യങ്ങളൊക്കെ പിന്നെ ഇപ്പൊ മൊബൈൽ ഫോൺ പല ടെക്നോളജികൾ മാറി വരികയാണ്. അതിനനുസരിച്ചിട്ട് നമുക്ക് അപ്ഡേറ്റഡ് ആവണം. നമുക്ക് അതിന്റെ സർവീസ് ചാർജ് നമുക്ക് ബെനിഫിറ്റ് ഉണ്ട്, എന്തായാലും ഉണ്ടല്ലോ. മെഷീൻസ് ഉൾപ്പെടുത്തുമ്പോൾ മെഷീൻസ് ചാർജ് ഇതൊക്കെ പുതിയ മെഷീൻസ് ഒക്കെ ഓരോന്ന് വരുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നല്ല ബെനിഫിറ്റ് നമുക്ക് ഉണ്ടാവുകയും ചെയ്യും. തീർച്ചയായും എന്തായാലും നല്ലൊരു ഫീൽഡാണ്. സിംസ് വയനാട്ടിൽ വന്നിട്ട് ഏകദേശം 17 വർഷമായി. അന്ന് മുതലേ ഷാജാൻഖായിട്ട് നമ്മളിങ്ങനെ കുട്ടികളെ പറഞ്ഞേക്കലും പഠിപ്പിക്കലും ട്രെയിനിങ്ങും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പോകുന്ന ഒരാളാണ്. ആയിക്കോട്ടെ ഷാജാൻഖാൻ, ഏതായാലും സിംസ് ആയിട്ടുള്ള എത്രയും കാലത്ത് സഹകരണത്തിന് ഒരു നന്ദി പറയണം.